ചാരു 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 ചാരുലത അശ്വതി, നീ ഇവിടെ കൂടെ ആരെങ്കിലും? മോനുണ്ടായിരുന്നു. കാപ്പി കുടിച്ച് മോൻ ബാങ്കറ്റ് ഹാളിലേക്ക് പോയി. മോന്റെ അലുമിനി മീറ്റാ. കുട്ടികളൊക്കെ നല്ല സെലിബ്രേഷൻ മൂഡിലാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്റെ ചാരു, ഇത്ര നാളായി കണ്ടിട്ട് നീ ഒരുപാട് മാറിപ്പോയി. പണ്ട് നീ എത്ര സ്മാർട്ടായിരുന്നു. നീ എന്തിനു ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തേ? വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്തോ? മാഡം ഈ ഗ്രൂപ്പിലുള്ളതാണോ? ഞാനോ? എനിക്കൊരു ചായ മാത്രം മതി. ഓക്കെ. പറ വിശേഷങ്ങളൊക്കെ. നീ റിസൈൻ ചെയ്ത് ഞാൻ അറിഞ്ഞ താമസിച്ച. ഞാനിന്ന് മുംബൈയിലായിരുന്നു. മെനി ടൈംസ് ഐ ട്രൈ ടു കോണ്ടാക്ട് യു. നിന്നെ ഞാൻ എന്നും ഓർക്കുമായിരുന്നു. ഞാനിപ്പോ ഏജിയുമായി. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മുമ്പേ നീ ആയിരുന്നേനെ. നിന്റെ പ്രൊഫൈൽ വളരെ ഹൈ ആയിരുന്നല്ലോ. നിനക്ക് പോകാൻ ധൃതിയുണ്ടോ? ഐ എം ടോട്ടലി ഫ്രീ. നിന്റെ വിശേഷങ്ങളൊക്കെ പറ. അതൊരു കഥയാ. നിനക്ക് കേൾക്കാൻ സമയമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്റെ വീട് ഇവിടെ അടുത്താ. ഹായ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. നീ ചോദിച്ചില്ലേ എന്റെ വിശേഷങ്ങൾ? ആക്ച്വലി എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. വിധി എനിക്കായി മാത്രം കരുതി വെച്ച ഒരു പ്രോജക്റ്റ്. മുഴുവൻ സമയം കമ്മിറ്റ്മെന്റ് വേണ്ടി വന്നു. അതാ ഞാൻ റിസൈൻ ചെയ്തത്. അപ്പോൾ എൻ്റെ മോൻ 6 വയസ്സ്. അവനെ പ്രസവിച്ചപ്പോൾ അവൻ്റെ തല കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എലോങ്കേറ്റഡ് ആയിരുന്നു. അതായിരുന്നു തുടക്കം. തലയിലേക്കുള്ള ഓക്സിജൻ ഫ്ലോ ഡെലിവറി സമയത്ത് നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാറും, നോർമലാകും എന്ന് ഞാൻ കരുതി. ഡോക്ടർമാർ സെറിബ്രൽ പൾസി എന്ന് വിധി എഴുതി. അവൻ്റെ കാലുകൾക്ക് അവനെ താങ്ങാനുള്ള ശക്തിയില്ലായിരുന്നു. നമുക്കവിടെ പോയിരിക്കാം. ഇല്ല, ഇതാദ്യമായിട്ടാണ് ഞാൻ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് കഥ പറയാനാ എനിക്കിഷ്ടം. എല്ലാവരും അവനെ സ്പെഷ്യൽ സ്കൂളിലാക്കാൻ നിർബന്ധിച്ചു. പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൻ്റെ അഡ്മിഷന് വേണ്ടി ഞാൻ നടക്കാത്ത സ്കൂളുകളില്ല. അവസാനം ഒരു ഗവൺമെൻറ് സ്കൂളാണ് അവന് തുണയായത്. അവൻ ആദ്യമായിട്ട് റായ എഴുതിയ ദിവസം. ജീവിതത്തിൽ ഒരിക്കലും എനിക്കത് മറക്കാനാവില്ല. എനിക്ക് മാത്രമേ അത് റായെങ്കിലുമായി തോന്നിയുള്ളൂ. ക്ലാസ് മുഴുവൻ ലഡു കൊടുത്തു. സന്തോഷം കൊണ്ട് ഞാൻ കുക്കറിൽ അരിയിടാൻ മറന്നു. വെള്ളം വെച്ചു, വെയിറ്റ് വെച്ചു, കറികളും വെച്ചു. ഭർത്താവ് ഊണ് കഴിക്കാൻ വന്നപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോഴാ കറിക്ക് കൂട്ടാൻ ചോറില്ലെന്നറിഞ്ഞത്. നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലില്ല,
ഇത് നിന്റെ ജീവിത കഥയല്ലേ? ഒരു ദിവസം മോന്റെ സ്കൂളിന് തീ പിടിച്ചു. എല്ലാവരും പുറത്തേക്ക് ഓടി. ഒരു ദൈവദൂതനെ പോലെയാ ജോസഫ് മാഷ് അവനെ രക്ഷപ്പെടുത്തിയത്. അന്നു മുതൽ മാഷ് എന്നും അവനോടൊപ്പം ഉണ്ടായിരുന്നു. മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ എൻ്റെ മനസ്സിനെ തണുപ്പിച്ച ഒരു സംഭവം നടന്നത്. ഒരു ദിവസം മോൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഡ്രിൽ മാസ്റ്റർ ഡ്രില്ലിന് വിട്ടു. ക്ലാസ്സിൽ തന്നെ ഇരുന്ന അഭയെ സാറ് തല്ലി. സാരമില്ല മോനെ. മോനെ കണ്ടിട്ട് മാഷിന് നടക്കാൻ പറ്റാത്ത കുട്ടിയാണെന്ന് തോന്നിയില്ലല്ലോ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മോനെ ചേർത്ത് പിടിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞാൻ ശരിക്കും കരയുകയായിരുന്നു. ആ സംഭവം കുറച്ചുകൂടെ കരുത്തേകുകയാണ് ചെയ്തത്. ഞാനായിരുന്നെങ്കിൽ ആ മാഷിനെ വെറുതെ വിടുന്ന പ്രശ്നമില്ലായിരുന്നു. അതും ഇതുപോലൊരു കുട്ടിയെ. അത് പുതുതായി വന്ന മാഷായിരുന്നു. മോൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് പ്രൊഫഷൻസി പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. വീൽ ചെയറിൽ വന്ന് പ്രൊഫഷൻസി പ്രൈസ് വാങ്ങുന്നത് 1-2 മാഷന്മാർക്ക് സ്വീകാര്യമായിരുന്നില്ല. അപ്പോൾ ജോസഫ് മാഷ്? എല്ലാവരും ജോസഫ് മാഷാവില്ലല്ലോ. അപ്പോഴേക്കും ജോസഫ് മാഷ് ട്രാൻസ്ഫറായി പോയിരുന്നു. ഇന്നാണെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് വേണ്ട കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂൾ നല്ല പരിഗണന കൊടുക്കുന്നുണ്ട്. ചാരു, നിന്റെ ഭർത്താവ്? ഭർത്താവിൻ്റെ പിന്തുണ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നിങ്ങനെ എത്തില്ലായിരുന്നു. ഇപ്പൊ മോൻ? അമ്മേ, അമ്മയ്ക്കൊരു സർപ്രൈസ്. എൻ്റെ പുറകെ ഇത് ആരാ വരുന്നത് നോക്കിയേ. അയ്യോ, ജോസഫ് മാഷോ? ഇന്ന് ഞങ്ങൾ കുട്ടികൾ മാഷിനെ ആദരിക്കുന്നുണ്ട്. അശ്വതി, ഇതാണ് ഞാൻ പറഞ്ഞ ജോസഫ് മാഷ്. നമസ്തേ. മാഷിനറിയോ, മോനിപ്പോ മാഷിനെ പോലെ മാഷായി. അഭയ് നന്നായി വരും. അയ്യോ മോനെ, മോനിതാരാന്ന് മനസ്സിലായോ? അമ്മയുടെ ബാങ്കിലെ കൊളീഗ് അശ്വതി ആന്റി. ഹായ് മോനെ. നമസ്തേ ആൻറ്റി. നമസ്തേ. ആൻറ്റി ഞങ്ങളുടെ അലൂമിനിയം മീറ്റിൻ്റെ ഗസ്റ്റ് ഓഫ് ഓണർ അല്ലേ? മാഷില്ലായിരുന്നെങ്കിൽ ഇന്ന് അഭയ്. മോനെ, വായിച്ചേ. മാഷേ, മോനെ പഠിപ്പിക്കാൻ മെനക്കെടണ്ടെന്നാ എല്ലാവരും എന്നോട് പറയുന്നത്. അഭയ്, അമ്മ പറയുന്നത് കേട്ട് വിഷമിക്കണ്ട. അഭയ്, സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തളർന്ന ദേഹവും തളർന്ന മസ്തിഷ്കവും കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ശാസ്ത്രജ്ഞൻ, ഒരു കേംബ്രിഡ്ജ് പ്രൊഫസർ. മാഷെ, ഹാബിറ്റേറ്റിംഗ് മോഡിന്റെ ഒരു വർക്കിംഗ് മോഡൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. സയൻസ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. CP ചലഞ്ചിലായിട്ടും സയൻസ് എക്സിബിഷനിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വിദ്യാർത്ഥി എന്ന ബഹുമതി അഭയന് സ്വന്തമായിരിക്കും. അമ്മ വലുതാവുമ്പോ മാഷിനെ പോലെ ഞാനും ഒരു മാഷാവും.
എടാ ഗസ്റ്റുകൾ എത്തുമ്പോൾ താമസിക്കും, ഭയങ്കര ബ്ലോക്കാ. ആൻറ്റി, പ്രോഗ്രാം ഡിലേ ആവും. സാരമില്ല മോനെ, എന്റെ വീട് ഇവിടെ അടുത്താ. അമ്മയെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന വിരോധമൊന്നും ഇല്ലല്ലോ. നോ പ്രോബ്ലം ആൻറ്റി. പിന്നെ പൊതുവെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ സന്താനകൃഷ്ണൻ സാർ റിട്ടയർ ചെയ്തോ? ഓ, പപ്പൻ പറയുന്ന പോലെ സന്താനമില്ലാത്ത കൃഷ്ണൻ സാർ റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായി. നമ്മുടെ സ്വാമിക്ക് ലതികയ്ക്കും കുട്ടികളായോ? ഇല്ലില്ല, അവരൊരു പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. ഇപ്പൊ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നത് പെൺകുട്ടികളെയാ. അമ്മമാരുടെ ചെൽപ്പടിക്ക് നിൽക്കുമല്ലോ. എന്റെ ചാരു തോന്നല അതൊക്കെ. ഏയ്, അങ്ങനെ വരുമോ? എന്റെ അനുഭവമാ. പോരെ, എന്റെ പുത്രിക്ക് ഒരു കുറവും വരുത്താതെയാണ് ഞാൻ അവളെ വളർത്തിയത്. അവൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കാനും ബഹുമിടുക്കി, ക്ലാസ്സിൽ 1ാം റാങ്കാരി. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ചെയ്ത തെറ്റ്. കണ്ണും മൂക്കും ഇല്ലാത്ത ആ പ്രായത്തിൽ സ്കൂളിൽ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരുവാനും ചെറുപ്പക്കാരനായ ഒരു ഡ്രൈവറെ വിശ്വസിച്ചേൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒരുപക്ഷെ ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ ജീവിതം ഹോമിക്കേണ്ടി വന്ന എന്നെ തോൽപ്പിച്ചതാവാം. മാരേജ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ വിവരം അറിയുന്നത്. ഞാൻ എത്രത്തോളം അവളെ സ്നേഹിച്ചോ അത്രത്തോളം ഞാൻ അവളെ വെറുത്തു. മോളെ, ഞാൻ എൻ്റെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. മോളുടെ ആ റിലേഷൻഷിപ്പിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഒരു നാൾ അവൾ എൻ്റെ അടുത്ത് തിരികെ എത്തി. പക്ഷെ അവളൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ജോലി തിരക്കുകൊണ്ട് ആരോടൊക്കെ ഒപ്പാക പോകാൻ എന്ന പോലെ അവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നു. അവള് 4 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ആരും അറിയാതെ ഡെലിവറി നടത്തി. കുട്ടിയെ ഡോക്ടർ തന്നെ അഡോപ്റ്റ് ചെയ്തു. മോളത് അക്സെപ്റ്റ് ചെയ്തോ? അവളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഡൈവേഴ്സ് കഴിഞ്ഞ പിന്നെ അവളുടെ മുമ്പിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. ദേ, മോളാണ്. ഹലോ മോളെ, അമ്മ ദേ ഇപ്പൊ എത്തും. അവക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. ആഹാ, നിന്റെ വീട് ഇത്ര അടുത്തായിരുന്നോ? യെസ്, ഒരു സീരിയലിനെ പറ്റിയ കഥയുണ്ട് നമ്മുടെ കയ്യിൽ, അല്ലേ ചാരു? അതെ അതെ അതെ. വാ, ഇതാ വീട്. പാറു, ഇതാണ് ചാരു ആന്റി, എന്റെ കൊളി. ചാരു, ഇതാണ് പാറു. ഹായ്. കണ്ടോ ചാരു, ഇതാണ് അവസ്ഥ. അവക്കൊരു ഹാപ്പിനെസ്സും ഇല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അയ്യോ, ഇത് ഡോക്ടർ റോയ് പുളിക്കലല്ലേ? നിന്റെ ഹസ്ബൻഡ്? നീ റോയെ അറിയോ? അറിയുവോന്നോ? ആളെവിടെ? മോളുടെ ഇഷ്യൂ കാരണം ഞങ്ങൾ തമ്മിൽ ഡ്രിഫ്റ്റായി. റോയ് സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി തനിച്ച് താമസിക്കുക. റോയ്ക്ക് ഒരുതരം എസ്കേപ്പിസമാണ് എപ്പോഴും. എനിക്ക് വേണ്ടി നീ റോയി ഒന്ന് വിളിക്കുവോ? നീ ഇരിക്കെ. പാറു, ഡാഡി ഒന്ന് വിളിക്കൂ. മോൾക്ക് ഇനി തുടർന്ന് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ഓ, അവൾ തീരെ കൂട്ടാക്കുന്നില്ല. മോൾക്ക് മെന്റൽ സപ്പോർട്ടും റീഅഷുറൻസും കൊടുക്കേണ്ട സമയമാണിപ്പോൾ. വേണ്ട സമയങ്ങളിൽ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാത്തത് കൊണ്ടാ അവളുടെ ജീവിതം ഇമാതിരിയായി പോയത്. മോളെ ഇടയ്ക്കൊക്കെ ഔട്ടിങ്ങിന് കൊണ്ടുപോകണം.
യെസ്, വേണം. അതൊരു നല്ല ഐഡിയ ആണ്. എന്നെ വിളിച്ചാൽ മതി, ഞാനും വരാം. അയ്യോ, ഞാൻ മറന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഡോക്ടർ, യെസ്. ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? പെട്ടെന്ന് ചോദിച്ച മണിപ്പാലിലെ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അഭയ് എന്നൊരു CP പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത് ഓർക്കുന്നോ? KMCയിൽ 15 years ബാക്ക് അല്ലേ? അതെ, അഭയിനെ മറക്കാൻ വഴിയില്ല. CP പേഷ്യന്റിന് അക്കാദമിക് പോസിബിൾ ആണെന്ന് പറഞ്ഞ് അഭയിനൊരു പേന സമ്മാനിച്ചു ഓർക്കുന്നുണ്ടോ? ഓ യെസ് യെസ് യെസ്, ഞാൻ ഓർക്കുന്നു. ദാറ്റ് ബോയ് വാസ് ഇന്റലിജന്റ്. അഭയുടെ അമ്മയാണ് ഞാൻ. ഓ, ഡോക്ടറെ കണ്ട് നന്ദി പറയാൻ വേണ്ടിയാ അശ്വതിയെ കൊണ്ട് ഡോക്ടറെ ഓക്കെ വിളിപ്പിച്ചത്. ഓക്കെ. ഹൗ ഈസ് യുവർ സൺ നൗ? ഹി ഈസ് എ സ്കൂൾ ടീച്ചർ ടുഡേ. ആഹാ, കേട്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. ഓക്കെ ഓക്കെ. ഡോക്ടർ, യെസ്. ഓൺലൈനിൽ ബ്ലൈൻഡ് കുട്ടികൾക്ക് വേണ്ടി മോൻ ക്ലാസ് എടുക്കാറുണ്ട്. ആ, വെരി ഗുഡ്. അഭയിനെ പോലെ സ്വന്തം മോളെയും ഡോക്ടർക്ക് രക്ഷിച്ചൂടെ? അതിന് ഞാൻ മാത്രം ശ്രമിച്ചാൽ പോരല്ലോ. ബാങ്കിങ് കരിയറിന് വേണ്ടി ജീവിതം ഹോമിച്ച എന്റെ ഭാര്യയ്ക്ക് ഇവിടെ കാര്യങ്ങൾ മനസ്സിലാവണ്ടേ? റോയിയുടെ കരിയർ മാത്രമല്ലേ ശ്രദ്ധിച്ചത്? ഓക്കെ, നിന്നെയായിരുന്നു ആവശ്യം, അത് നീ നിഷേധിച്ചു. ഒരു ഡോക്ടറായ റോയ് തന്നെ പറയണം ഇതൊക്കെ. അശ്വതി, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് മോൾക്കൊരു പുതിയ ജീവിതം നൽകണം. അവളൊരു കൊച്ചുകുട്ടിയല്ലേ, ഒരു ജീവിതം മുഴുവൻ ബാക്കിയില്ലേ? അവളെ മനസ്സിലാക്കുന്ന ഒരു നല്ല പയ്യനെ കിട്ടിയാൽ ഈ സ്ഥിതിയൊക്കെ മാറാവുന്നതേ ഉള്ളൂ. ചാരു, ദൈവമാണ് നിന്നെ എൻ്റെ മുമ്പിൽ എത്തിച്ച്. നീ പറഞ്ഞ പോലെ ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് അവളെ ഏൽപ്പിക്കണം. ഒരു ഡിഫറൻറ്റിന് ഏബിൾഡ് ആയാലും പ്രശ്നമില്ല. മോളെവിടെ? പാറു, അയ്യോ, ഞാനൊരു കാര്യം മറന്നു. മാരേജിന് നിങ്ങൾ 3 പേരും വരണം. അഭയ് വിത്ത് നമിത. നമിതയും ഫിസിക്കലി ചലഞ്ചറാണ്. നിന്നെ സമ്മതിക്കണം ചാരു. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിന്റെ മകനെ നീ ഒത്തിരി അപ്പുറം എത്തിച്ചു. എല്ലാം തികഞ്ഞ ഒരു മോളെ എനിക്ക് കിട്ടിയിട്ട് ആ കാലം ഞാനൊന്ന് തൊട്ടോട്ടെ. അശ്വതി, എന്താ ഇത്? വർഷങ്ങൾക്ക് മുമ്പ് അഭയനെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇറ്റ് വാസ് എ ഡീൽ വിത്ത് ഓൾമൈറ്റി. മോനിലുള്ള എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ ദ ഓൾമൈറ്റി ഗോട്ട് യുവർ ഹാൻഡ്. കുറ്റം നിന്റേതല്ല. വളപ്പൊത്തിനുള്ളിലൂറും വർണ്ണത്തരിയിൽ പുലരി